അസ്സലാമു അലൈക്കും. സ്നേഹമുള്ളവരെ, ഖുത്ബുൽ-ആലം എന്ന് പറയുന്ന ആ ഒരു നാമം, അതിനെക്കുറിച്ച് അല്പം ഞാൻ പറഞ്ഞു പോയിരുന്നു. മടവൂർ സി എം വലിയുള്ളാഹി അവരുടെ ദർഗയിൽ നിന്നുകൊണ്ട് കുറച്ചു നേരം ഞാൻ ചിന്തിച്ചു. മഹാനായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അള്ളാഹുവിലേക്ക് ജീവിതത്തെ സമർപ്പിച്ച ഒരു മഹാനാണ്. ഈ ലോകത്ത് ജനിക്കപ്പെട്ട ഭൂരിഭാഗം ആളുകളും ജീവിതമെന്ന് പറയുന്ന വലിയ സ്വപ്നത്തിൽ നീന്തിക്കളിക്കുകയാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നാം ഓരോരുത്തരും ചില വിഷയങ്ങളിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഈ ലോകം വെറും വിനോദം മാത്രമാണ്, ഐഹിക ലോകം വെറും താൽക്കാലിക ജീവിതമാണ് എന്നൊക്കെയുള്ള വചനങ്ങൾ കാണാം. പലപ്പോഴും വെള്ളിയാഴ്ച ജുമകളിൽ പല പണ്ഡിതന്മാരും പല രീതിയിലും പലതരം ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്തെല്ലാം കേട്ടാലും അത് കേൾക്കുക എന്നല്ലാതെ ജീവിതത്തിൽ അത് പാലിക്കുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. കാരണം ഭൗതികമായ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഓരോ ആളുകളും. ഇസ്ലാമിൻ്റെ നിർബന്ധിക്കപ്പെട്ട ഒരു ആരാധന രീതി നമസ്കാരമായി പോയതുകൊണ്ട് വെള്ളിയാഴ്ചയെങ്കിലും മുടങ്ങാതെ വന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളുമുണ്ട്. നിസ്കാരത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിസ്കരിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിസ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും ഒക്കെ നിസ്കരിക്കുന്നവരുണ്ട്. ഏതെല്ലാം തരത്തിൽ നിസ്കരിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ സത്യം എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ നിസ്കരിക്കുന്നത്? അള്ളാഹു നാം എല്ലാവരെയും നോക്കി കാണുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നിസ്കരിക്കുമ്പോഴും ഇസ്ലാമികപരമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോഴെല്ലാം അതെല്ലാം മറ്റുള്ളവരെ കാണിക്കാനാണോ അതോ റബ്ബിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്നുള്ളത് പരിശോധന നടത്തൽ നല്ലതാണ്. അത് ഭൂരിഭാഗം ശരീഅത്ത് മേഖലകളിലും വെറും താൽക്കാലിക വിനോദം പോലെ സംസാരിച്ച് പ്രസംഗം, ദിക്റുകൾ, സലാത്തുകൾ, മജ്ലിസുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരിപാടികൾ അരങ്ങേറുന്നത് നമുക്ക് കാണാം. അത്തരം ചില സദസ്സുകളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരു കാലത്ത്. ദിക്റിനോട് ഇഷ്ടമുള്ളവരും വിളിക്കപ്പെട്ട വളരെയധികം പ്രാധാന്യമുള്ള ആളായതുകൊണ്ടിട്ട് എന്നില്ലെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി വരുന്നവരും, എത്രയും പെട്ടെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ വീട്ടിലേക്ക് എത്താം എന്ന് ചിന്തിക്കുന്നവരും, അങ്ങനെയൊക്കെ ആളുകളുണ്ട്. ഒരിക്കൽ കോഴിക്കോട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ക്ഷണിച്ച അവരുടെ ആ സദസ്സിലേക്ക് ഞാനുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന കുറച്ച് ആളുകളും ഒരു ടെമ്പോ ട്രാവലർ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് യാത്ര പോയി. എല്ലാവരും വിവാഹം കഴിച്ചവരാണ്, കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉള്ളവരാണ്. അവരവരുടെ ഭാര്യമാരെ എല്ലാം വീട്ടിൽ തനിച്ചാക്കിക്കൊണ്ട് ഈ സദസ്സിലേക്ക് കോഴിക്കോട് വരെ, എറണാകുളത്ത് നിന്ന് കോഴിക്കോട് വരെ ട്രാവലറും പിടിച്ച് അവിടെ എത്തപ്പെട്ട് ആ പരിപാടിയിൽ പങ്കെടുത്ത് അങ്ങനെ ദിക്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തിരിച്ച് പുറപ്പെടാൻ നേരമായപ്പോൾ നമ്മളെ ക്ഷണിച്ച ആൾ എന്നോട് പറഞ്ഞു, ഇവരെ ഒരാളെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, എല്ലാവരും പ്രസിദ്ധരാണ്, ഇവരെ ഒന്ന് മമ്പുറം എത്തുമ്പോൾ ഇറക്കി വിടണം എന്ന് പറഞ്ഞു. വണ്ടിയിൽ സ്ഥലം കുറവാണെങ്കിലും
അദ്ദേഹം പറഞ്ഞതിൻ്റെ പേരിൽ ശരി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ വണ്ടിയിൽ കയറ്റി ഏറ്റവും ഫ്രണ്ടിലെ സീറ്റിലിരുത്തി. ബാക്കിയുള്ളവരെല്ലാവരും അതിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്താണ് ഞാൻ അറിയുന്നത് ഡ്രൈവർ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഡ്രൈവറിന് ഭക്ഷണം കൊടുക്കാത്തതിന് ഞാൻ അവരെ ചീത്ത പറഞ്ഞു, എൻ്റെ കൂടെ വന്നവരെ. എന്തുകൊണ്ട് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുത്തില്ല? കാരണം വണ്ടി കുറച്ച് ദൂരെയും ഇടവഴി നടന്നു വേണം ഈ പറയുന്ന സദസ്സിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം കാണുന്ന ഹോട്ടൽ ഏതാണോ അവിടെ വണ്ടി നിർത്തുക, ഭക്ഷണം കഴിച്ചിട്ട് മതി യാത്രയല്ല. അപ്പോൾ ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ ഓടി എറണാകുളത്തെത്തണം. നമ്മൾ കൊണ്ടുപോയി ആക്കേണ്ട ആൾ കുറച്ചടുത്ത് ഇറങ്ങാനുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ വണ്ടി പുറപ്പെട്ടു. ആദ്യം കണ്ട ഒരു ഹോട്ടൽ കണ്ടപ്പോൾ ഞാൻ തന്നെ നിർബന്ധിച്ച് വണ്ടി നിർത്തി അദ്ദേഹത്തിനോട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഈ സമയത്ത് ഇതിൽ കയറിയിരിക്കുന്ന വലിയ ഒരു പണ്ഡിതനാണ്. അയാൾ പറയുകയാണ്, കുറച്ചും കൂടി പോയാൽ എൻ്റെ സ്ഥലമെത്തും, എനിക്കങ്ങ് പോകാമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് വയ്യ പോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കണം. നമ്മളെല്ലാവരും നമ്മുടെ വയറുറച്ചു. അല്ല, അവിടെ എൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ തനിച്ചാണ്. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അരിഷ്ടമാണ് വന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ നിയന്ത്രണം പോയി. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഭാര്യമാരെയൊക്കെ വേറെ ആൾക്കാരുടെ അടുത്താക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും കിലോമീറ്റർ ദൂരം ഞങ്ങൾ സഞ്ചരിച്ച് ഈ ദിക്റിയെല്ലാം വന്നിട്ട് നിങ്ങളെ ഇന്ന സ്ഥലത്ത് ഇറക്കാമെന്ന് ഞങ്ങൾ കരുതി. നിങ്ങൾക്കിറങ്ങാൻ കുറച്ച് ദൂരമേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇനിയും പോകാനുണ്ട്. അത്ര നിർബന്ധമാണെങ്കിൽ ഒരു വണ്ടി വിളിച്ച് പോകാൻ പറഞ്ഞു. ഈ വിഷയം അയാൾ നമ്മളോട് വണ്ടി കയറ്റി അഴക്കാൻ പറഞ്ഞ ആളോട് ഫോൺ ചെയ്ത് പറഞ്ഞു. എന്നെ വളരെ ഇഷ്ടമുള്ള വ്യക്തിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ ആള് കള്ളനാണ്, അവനെ സൂക്ഷിക്കണം, നാളെ നിങ്ങൾക്കും അവനെ കൊണ്ട് ചീത്തപ്പേരുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ വിഷമമായി. പക്ഷെ താമസിയാതെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം വേദന അനുഭവിക്കുകയും ഉണ്ടായി എന്നുള്ളത് വാസ്തവമാണ്. ഈ ധൃതി കൂട്ടുന്നവരൊക്കെ പ്രശ്നക്കാരാണ്. ആർക്കാണോ ധൃതിയുള്ളത്, ധൃതിയുള്ളവൻ വലിയ അപകടകാരിയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ക്ഷമയുള്ളവരാകുക. ക്ഷമയുള്ളവനിക്കാണ് കാര്യങ്ങളെ മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ചിന്തിക്കാനും ഒക്കെ കഴിയുള്ളൂ. ധൃതിയുള്ളവനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ധൃതിയുള്ളവനിക്ക് വേഗത്തിൽ 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 കാര്യങ്ങൾ അവൻ്റെ ഇഷ്ടത്തിലായിരിക്കണം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം ഖുതുബുൽ ആലം. പല തരത്തിലുള്ള ആളുകളും പല രീതിയിലും ഈ വിഷയത്തെക്കുറിച്ച് സലഫികളും മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമികളും അതുപോലുള്ള നിരീശ്വരവാദികളൊക്കെ പലതര പരിഹാസങ്ങളുമായിക്കൊണ്ട് പല സ്റ്റേജുകളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. ലോകത്തെ നിയന്ത്രിക്കുന്നത് മടവൂരാണത്രേ. മടവൂരാരാ? ആരാ മടവൂര്? ഒരു സാധാരണ വ്യക്തി ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. ധൃതിയുള്ളവനിക്ക് കാര്യം മനസ്സിലാവും, ക്ഷമയുള്ളവന് കാര്യം മനസ്സിലാവും. ഇവിടെ മമ്പുറം സൈതലവി തങ്ങളായാലും അജ്മീർ ഹാജയായാലും മുഹിദ്ദീൻ ഷെയ്ഖ് ആയാലും അങ്ങനെ ഈ ലോകത്തുള്ള ആരല്ല, ഏത് മഹൽ വ്യക്തികളായാലും അവരെല്ലാവരും മഹത്തുക്കളായത് അള്ളാഹുവിനെ സ്നേഹിച്ചതുകൊണ്ടാണ്. അവർക്കറിയാത്ത കാര്യങ്ങൾ അവർക്കറിയാൻ കഴിഞ്ഞത് അള്ളാഹു അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. അള്ളാഹു പറയുന്നു, കണ്ണില്ലാതെ കാണുന്നവൻ, ചെവിയില്ലാതെ കേൾക്കുന്നവൻ. അപ്പോൾ കണ്ണില്ലാതെ കാണാനും ചെവിയില്ലാതെ കേൾക്കാനും കഴിയുന്ന എന്നാണ് പറയുന്നത്. ആ അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവന് മനസ്സിലാകുന്നു. അവൻ കണ്ണുണ്ട്, അവനിക്ക് കണ്ണുണ്ട്, പക്ഷെ കാണാത്ത കാര്യമാണ് അവൻ പറയുന്നത്. അതിന് കാരണം
കണ്ണില്ലാതെ കാണുന്ന റബ്ബ് അവനെ സ്നേഹിച്ചു. ഇയാൾ പറയുന്ന വിഷയങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ചെവിയില്ലാതെ കേൾക്കുന്നു. അപ്പോൾ അള്ളയാണ് അള്ളാഹിനെയാണ് ഇവൻ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇവൻ പറയുന്ന കാര്യം സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഏതൊരാളെക്കുറിച്ചും ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, അജ്മീർ ഹാജയെ പറയുന്നത് ഇന്ത്യയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സുൽത്താക്കന്മാർ ജീവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അജ്മീർ ഹാജ എങ്ങനെ സുൽത്താനാകും? ഓരോ ആളുകൾക്കും അവരവരുടേതായ വിശേഷണങ്ങളുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് സൂഫികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ആരിലുണ്ടോ അവരുടെ ചലനങ്ങളും അവരുടെ പ്രവൃത്തികളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് മടവൂരിനെ സ്നേഹിക്കുന്ന ആളുകൾ പറഞ്ഞാൽ തെറ്റില്ല. കാരണം മടവൂരിനെ സ്നേഹിക്കുന്നവരെന്ന് പറയുമ്പോൾ അവരെ ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന അള്ളാഹു ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ മടവൂര് അള്ളാഹാണെന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു മടവൂരിലുണ്ട്. മടവൂർ അള്ളാഹുവിനെയാണ് സ്നേഹിച്ചത്. മടവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെ ജീവിച്ച അബൂബക്കർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ